ഗസയിൽ ബോർഡ് ഓഫ് പീസ് പദ്ധതി അംഗീകരിച്ച് ഹമാസ് പൂർണ്ണമായും നിരായുധീകരണത്തിന് ഹമാസ് സമ്മതിച്ചു. ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറായാൽ ഇസ്രായേൽ പിൻവാങ്ങുമെന്നാണ് ബോർഡ് ഓഫ് പീസ് കരാറിലുള്ളത്. ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ പ്രതികരണമാണ് ഇനി നിർണായകം. പുതിയ അതോറിറ്റിക്ക് കീഴിൽ പാലസ്തീനെ കൊണ്ടുവരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. വി ആർ കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, വലിയ ഒത്തിരി ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി വർഷങ്ങളായി ഉള്ള സമാധാന ശ്രമമാണ്. അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഹമാസ് ഏറ്റവും ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു. ഇതോടുകൂടി ആ മേഖലയിലെ സംഘർഷത്തിന് വിരാമമാകുമെന്ന് കരുതാമോ? ചരിത്രപരമായ ഒരു തീരുമാനം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അതാണ് ഏറ്റവും ശ്രദ്ധേയം. 6 മാസം മുൻപാണ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ അമേരിക്ക മുൻകൈയെടുത്ത് ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണ് പ്രധാനമായും ആ ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചത്. ഒരു 20 ദിന പദ്ധതിക്കും അന്ന് ബോർഡ് ഓഫ് പീസ് രൂപം നൽകിയിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ, 2ാം ഘട്ടത്തിൽ നിരായുധീകരണം, 3ാം ഘട്ടത്തിൽ പാലസ്തീന് പുതിയ ഭരണസമിതി, 4ാം ഘട്ടത്തിൽ തകർന്ന ഗസയെ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളായിരുന്നു ആ 20 ദിന പദ്ധതികൾ ഉള്ളത്. അതിൽ 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. 6 മാസം മുൻപാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എങ്കിൽ കൂടിയും ഈ 2ാം ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2ാം ഘട്ടമായിരുന്നു നിരായുധീകരണം. മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ, അതായത് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് നിർണായകമായി പുറത്തുവരുന്ന വിവരം. ട്രംപ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ഒപ്പം BBC-യും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമായും മീഡിയേറ്റേഴ്സിനെയാണ് ഹമാസ് ഈ തീരുമാനം അറിയിച്ചത്. ഇത്തരത്തിൽ നിരായുധീകരണത്തിന് തയ്യാറാണ് എന്ന തീരുമാനം ഹമാസ് അറിയിച്ചത്. അതിന് പിന്നാലെ ട്രംപിൻ്റെ ട്വീറ്റും വന്നു. പ്രത്യേകിച്ച് ഈജിപ്ത്, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇതിന് മധ്യസ്ഥത വഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഇക്കാര്യം പോസ്റ്റ് ചെയ്തതും. എന്തായാലും നിർണായകമായൊരു ഘട്ടമാണ് ഇതിൽ നിരായുധീകരണം. കാരണം ഹമാസിൻ്റെ പക്കലുള്ള ആയുധങ്ങളുടെ കണക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ നടത്തേണ്ടത്. അത് 14 ദിവസത്തിനുള്ളിൽ ആയുധങ്ങളുടെ കണക്ക് തയ്യാറാക്കണം. വിവിധ പാലസ്തീൻ വിഭാഗങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഒരു ദേശീയ സമിതി രൂപീകരിക്കും. ആ സമിതിയാവും ഈ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി അവർക്കായിരിക്കും അധികാരം. മാത്രമല്ല, ഇതിൽ നിർണായകമായൊരു കാര്യം എന്ന് പറയുന്നത് ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറായാൽ, അതായത് അവരുടെ പക്കലുള്ള ആയുധങ്ങൾ ഹമാസും അവരെ പിന്തുണയ്ക്കുന്നവരും നിരായുധീകരണത്തിന് തയ്യാറായി ആയുധങ്ങളുടെ കണക്കും അതടക്കം വ്യക്തമാക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടാകണം. ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഘട്ടം ഘട്ടമായി ഇസ്രയേൽ ഗസയിൽ അധീനതയിൽ വച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർ പിന്മാറേണ്ടതുണ്ട്. അതാണ് ഈ കരാറിലെ ഈ ഘട്ടത്തിലെ ഒരു സുപ്രധാന വ്യവസ്ഥ. എന്തായാലും ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറായിരിക്കുന്നു. ഇനി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രതികരണം വരേണ്ടത്. നേരത്തെയുള്ള ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചപ്പോഴുള്ള 20 ദിന പദ്ധതി അനുസരിച്ച് ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറാകുമ്പോൾ ഗസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിൻവാങ്ങാൻ ഇസ്രായേൽ സൈന്യം തയ്യാറാകുമോ എന്നതാണ് നിർണായകം. ഇസ്രായേലിൻ്റെ പ്രതികരണം വരേണ്ടതുണ്ട്. എന്തായാലും ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ച 20 ദിന പദ്ധതിയിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് ശേഷമുള്ള ഒരു നിർണായക നാഴികക്കല്ലായി ഹമാസിൻ്റെ ഈ തീരുമാനത്തെ വിലയിരുത്താൻ രഞ്ജിത്ത്. ശരി കാർത്തിക്.